മിഡിൽ ഈസ്റ്റ് മേഖലയിലെ അപ്രതീക്ഷിതമായ സംഘർഷങ്ങളും വ്യോമപാത അടയ്ക്കലും കാരണം യുഎഇയിൽ കുടുങ്ങിപ്പോയ വിദേശ സന്ദർശകർക്കായി പ്രഖ്യാപിച്ച പ്രത്യേക ഗ്രേസ് പീരീഡ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുഎഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അനുവദിച്ച ഈ 30 ദിവസത്തെ താൽക്കാലിക ആനുകൂല്യം ഈ വരുന്ന ജൂലൈ 9-ന് പൂർണ്ണമായും അവസാനിക്കും. വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരേണ്ടി വന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും പിഴയോ മറ്റ് നിയമ നടപടികളോ ഇല്ലാതെ തങ്ങളുടെ വിസ പദവി നിയമവിധേയമാക്കാനോ അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് മടങ്ങാനോ ഉള്ള അവസാന അവസരമാണിത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനവും യാത്രാ സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ഇളവുകൾ പിൻവലിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ഈ വർഷം ഫെബ്രുവരി അവസാന വാരം മുതൽ മേഖലയിലുണ്ടായ കനത്ത വ്യോമപാത നിയന്ത്രണങ്ങളും വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതുമാണ് നിരവധി യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ യുഎഇയിൽ കുടുങ്ങിപ്പോയ ഇത്തരം സന്ദർശകരെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് മാസത്തിൽ യുഎഇ ഭരണകൂടം പിഴ ഒഴിവാക്കിക്കൊണ്ടുള്ള മാനുഷിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. തുടർന്ന് പ്രാദേശിക സ്ഥിരത കൈവന്നതോടെ ജൂൺ 10 മുതൽ ജൂലൈ 9 വരെ കൃത്യമായ ഒരു വിൻഡോ അനുവദിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ICP നിർദ്ദേശിക്കുകയായിരുന്നു. യുഎഇയുടെ നിയമ സംഹിതകളോടുള്ള ആദരവ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ വിദേശികൾക്ക് താങ്ങാവുക എന്ന രാജ്യത്തിന്റെ സത്കീർത്തി ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഈ തീരുമാനം. ഈ പ്രത്യേക ഇളവ് യുഎഇയിലുള്ള എല്ലാ വിസ നിയമ ലംഘകർക്കുമുള്ള ഒരു പൊതുമാപ്പ് അല്ലെങ്കിൽ ആംനസ്റ്റി അല്ലെന്ന കാര്യം പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഫെബ്രുവരി മുതൽ ആരംഭിച്ച വിമാന സർവീസ് തടസ്സങ്ങൾ കാരണം കൃത്യസമയത്ത് രാജ്യം വിടാൻ സാധിക്കാതെ വരികയും മുൻപ് തന്നെ പിഴയിൽ നിന്ന് താൽക്കാലിക ഇളവ് ലഭിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് ഈ ജൂലൈ 9 വരെയുള്ള കാലാവധി ബാധകമാകുന്നത്. കാലാവധി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വിസക്കാർ, എക്സിറ്റ് പെർമിറ്റ് ഉണ്ടായിട്ടും യാത്ര ചെയ്യാൻ കഴിയാതിരുന്നവർ, വിസ റദ്ദാക്കപ്പെട്ടിട്ടും വിമാന സർവീസുകൾ ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്ന മുൻ താമസക്കാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. സാധാരണ രീതിയിൽ വിസ കാലാവധി കഴിഞ്ഞ മറ്റുള്ളവർക്ക് യുഎഇയുടെ പതിവ് നിയമങ്ങളും പിഴകളും തന്നെയായിരിക്കും ബാധകം. ഗ്രേസ് പീരീഡ് അവസരമാക്കാൻ ഇനി ദിവസം മാത്രം ബാക്കി നിൽക്കെ യോഗ്യരായ വ്യക്തികൾക്ക് മുന്നിൽ പ്രധാനമായും 2 വഴികളാണുള്ളത്. പുതിയ ജോലി കണ്ടെത്തുകയോ വിസ പുതുക്കുകയോ ചെയ്തുകൊണ്ട് യുഎഇയിൽ നിയമപരമായി തുടരുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി. അതല്ലെങ്കിൽ യാതൊരുവിധ ഓവർസ്റ്റേ പിഴകളും നൽകാതെ നേരിട്ട് വിമാനത്താവളം വഴി സ്വന്തം നാട്ടിലേക്ക് മടങ്ങാം. എന്നാൽ ജൂലൈ 9-ന് ശേഷം രാജ്യത്ത് തുടരുന്നവർക്ക് പ്രതിദിന പിഴകൾ വീണ്ടും ഈടാക്കാൻ ആരംഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഭാവിയിൽ യുഎഇയിലേക്കുള്ള വിസ അപ്രൂവലുകളെയും യാത്രാ അനുമതികളെയും ദോഷകരമായി ബാധിച്ചേക്കാം. അവസാന ദിവസങ്ങളിൽ ടൈപ്പിംഗ് കേന്ദ്രങ്ങളിലും അമർ സെന്ററുകളിലും തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കുടുങ്ങിക്കിടക്കുന്ന സന്ദർശകർ എത്രയും വേഗം ഔദ്യോഗിക ചാനലുകൾ വഴി തങ്ങളുടെ വിസ സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.